പൃഥ്വിരാജിന്റെ ഖലീഫയിലെ അസലായുള്ള സോങ്ങിന്റെ വേർഷൻ 2.0 ജെയ്ക്സ് ബിജോ റിലീസ് ചെയ്തിട്ടുണ്ട്. കേട്ടോക്കാം വാ. വൈശാഖ് മൂവി, ജിനൂബി എബ്രഹാം, പ്രൊഡ്യൂസറും ജിനു ഉണ്ട് കേട്ടാ. അനൻഷാണ് മെയിൽ വോക്കൽ. ഈ പാട്ടിലൊക്കെ നന്നായിട്ട് പാടും. സ്മൂത്ത് ആയിട്ട് അനൻഷ പാടിയിട്ടുണ്ട്. പാട്ടുകാരൻ ഒരു മായികനിയെ മോഹമിയാണേ മധുവായൊരു മന്ദാരേ സത്യത്തില് ശ്രീറാമാണ് അസലായവളെ ഫസ്റ്റ് പാടിയത്. ബട്ട് പേഴ്സണലി എനിക്ക് ആ പാട്ട് തന്നെയാണ് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ബട്ട് ഇത് ഹനാൻ ഷാ അങ്ങനെ ബോറാക്കിയൊന്നുമില്ല. ഹനാൻ ഷായുടെ ആ ഒരു വോയിസിൽ, ഹനാൻ ഷായുടെ ആ ഒരു മൂഡിൽ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പാട്ട് കേൾക്കാനും ഒരു സുഖമുണ്ട്. പിന്നെ വേർഷൻ 02 ആണ്. ഇതിൽ ചിലപ്പോൾ വേറെ വല്ല ലൈൻസ് ആഡോ അല്ലെങ്കിൽ വേറെ വല്ല ഒരു പാട്ട് പാടുന്നോ എല്ലാം കാണാൻ സാധ്യതയുണ്ട്. കാരണം സെയിം പാട്ടാണെങ്കിൽ ആ ഒരു വേർഷൻ 02 എന്ന് പറയാനുള്ള ചാൻസ് ഇല്ല. കേട്ടോ കാമ്പ. ലിറിക്സ് ഒക്കെ അതാണ് ഒരു ഇൻഫ്ലുവൻസ് ബാക്ക്ഗ്രൗണ്ട് ലിറിക്സ്. ഇത് പൃഥ്വിരാജിന്റെ കാമുകി, ചില പടത്തിലെ വൈഫായിരിക്കാം, വാട്ടെവർ ഇറ്റ് ഈസ്, ആ ഉള്ളൊരു പാട്ടാണ്. സൂപ്പർ പാട്ടാണ്. ഇതില് ജെയ്ക്സ് ബിജോയുടെ ആ മ്യൂസിക്കും കൊള്ളാം. ട്രെൻഡിങ്ങും ആയിരുന്നു ഈ പാട്ട്. ഫസ്റ്റ് റിലീസ് ചെയ്ത അപ്പൊ തൊട്ടേ ട്രെൻഡിങ് ആണ്. ഫീമെയിൽ വോക്കൽ ഉണ്ട്. 0.2 ഫാത്തിമ ജബ്ബാറാണ് ഇത് പാടിയിരിക്കുന്നത്. വേണ്ട ഒരു ലവ് പാട്ടൊക്കെ നന്നായിട്ട് ചെയ്തു. മനതാരി കിതാബ് സുഖമായിട്ട് പാടുന്നു. രണ്ടുപേരും നന്നായിട്ട് ഹനാൻ ഷാ ഫാത്തിമ ജബ്ബാർ നന്നായിട്ട് തന്നെ പാടുന്നില്ലേ. അറബിയാണോ അതോ ഹിന്ദിയാണ്? അതാണ് 0.2. ആ ഒരു വൈബ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അല്ലാതെ ചുമ്മാ ഒരു വേർഷൻ 0.1 വരില്ല. കാരണം എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ലിറിക്സ് അല്ലെങ്കിൽ അഡീഷണൽ വോക്കലിസ്റ്റ് അഡീഷണൽ എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഒരു വേർഷൻ 02 വന്നിട്ടത്. ഇത് ചിലപ്പം ആ ഒരു ചെറിയൊരു പ്ലേസ്മെന്റിലാക്കി ഇടാനോ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിലാക്കി ഇടാനോ അല്ലെങ്കിൽ നായികയെ കാണിക്കുമ്പോൾ ഇടാനോ അല്ലെങ്കിൽ നായകനും നായിക ഒരുമിച്ച് കാണുമ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഇടാനോ ഒക്കെ അവർ യൂസ് ചെയ്യും. ആ ഒരു
ഒരു ചെറിയൊരു വൈബിലാക്കി ആ ഒരു പാട്ട് വരുന്നുണ്ട്. ആ ഒരു ടച്ച് തന്നെയാണ്, ഒരു അറബിക് ടച്ച്, ഒരു മാപ്പിള പാട്ട് ടച്ച്. കാണാൻ ഞാൻ പറഞ്ഞില്ലേ മുസ്ലിംസ് ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെയാണ്. നമ്മൾ ആ വീഡിയോയും കണ്ടതാണ്, അതുപോലെ തന്നെയാണ് പാട്ടും പോകുന്നത്. ജെക്സ് വിജയ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ലവ് സോങ്ങും നല്ല രീതിക്ക് ചെയ്യും. വീണ്ടും ഫാത്തിമ ജബ്ബാർ, പുള്ളിക്കാരൻ നല്ലൊരു പാട്ടുകാരിയാണ്. അബ്സീൻ്റെ ഒക്കെ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഓളം എന്നൊരു പാട്ട്, അനാർക്കലിയൊക്കെ ഉള്ള. വീണ്ടും ചിറാപുഞ്ചിയ നാൻഷ. അതിന്റെ അങ്ങനെ ഒരു പടമുണ്ട്, അണ്ടകടാഹര, അങ്ങനെ ബേസിലില്ല. ആ പടത്തിലും ഫാത്തിമ പാടിയിട്ടുണ്ട്. പ്രേമക്കത്ത് പാട്ട് ഭയങ്കര നീളം ഉണ്ടെങ്കിലും ബോറടിക്കില്ല കേട്ടാ. ജാമറലി രണ്ട് ചേർന്ന് വരുന്നുണ്ടോ? അതും അറബിയും മലയാളവും ഇല്ല. പേഴ്സണലി എനിക്ക് അസലായവളയിലും അസലായവളെ വേർഷൻ 0.02 ഏറ്റവും ഇഷ്ടപ്പെട്ടത് അസലായവളെ ശ്രീറാം പാടിയ ആ ഒരു ഫസ്റ്റ് തന്നെയാണ്. ബട്ട് ഇത് അതിനേക്കാൾ മെച്ചപ്പെട്ടോ എന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്കില്ല. ബട്ട് നന്നായിട്ട് തന്നെ ഉണ്ട്. ഫസ്റ്റ് പാട്ട് ശ്രീറാം പാടിയത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് പേഴ്സണലി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ബട്ട് ഇത് ഹനാൻ ഷാ ഫാത്തിമ ജബ്ബാറും കൂടെ പാടിയ ഈ ഒരു പാട്ട് നന്നായിട്ടുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ എന്ന് പറയുന്നത് ആ ഒരു ഹിന്ദി പോലെ വന്നിട്ട് പിന്നെ ആ ഒരു മ്യൂസിക് മാറി തബലയിലൊക്കെ വന്ന് ആ ഒരു വൈബിൽ പാടുന്നത്, അത് നന്നായിട്ട് ഈ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു. അതൊരു വെറൈറ്റി ആയിട്ടും ഉണ്ടായിരുന്നു. ടോട്ടലി പാട്ട് നല്ലൊരു പാട്ട് തന്നെയാണ്, നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഹനാൻ ഷാ ഫാത്തിമ ജബ്ബാറും സൂപ്പറായിട്ട് പാടിയിട്ടുമുണ്ട്. ആ ഒരു ഹുക്ക്, ആ ഒരു ഹിന്ദി വന്നിട്ടുള്ള ആ ഒരു തബല എന്നുള്ള ഒരു സാധനം സൂപ്പറായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഒരു എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം കൂടെ ഉണ്ടായിരിക്കാം. അത് നന്നായിട്ട് എനിക്ക് വർക്കൗട്ടുമായി നല്ല രീതിക്ക് തന്നെയാണ് പാട്ടും പാടിയിരിക്കുന്നത് ഹനാൻ ഷാ. ആൻഡ് ഫാത്തിമ ജബ്ബാറും പാടിയിട്ടുണ്ട്. ഫാത്തിമ ജബ്ബാർ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡബ്സിയുടെ ഓളം എന്ന പാട്ടിൽ പാടിയിട്ടുണ്ട്. അല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ടും പാടുന്നുണ്ട്. പിന്നെ ഈ കടനകടോരമി അണ്ടകടാഹം ബേസിലിന്റെ ഒരു പടം ഉണ്ടല്ലോ, ആ പടത്തിലെ പ്രേമക്കത്ത് പാട്ട് ആ പുള്ളിക്കാരിയാണ് പാടിയിട്ടുള്ളത്. പിന്നെ ഹനാൻ ഷാ ചിറാപുഞ്ചി, പിന്നെ കാട്ടാളൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഹനാൻ. ബട്ട് ഒരു സീന് പോലും സംസാരിക്കാനൊന്നും കൊടുത്തില്ല. ബട്ട് അതെന്തായാലും ഒരു മോശമായി പോയി. എന്തെങ്കിലും ഒരു എന്ന് വയ്ക്കാനെങ്കിലും ഒരു സീന്, ഒരു ഡയലോഗ് കൊടുക്കായിരുന്നു. അത് തട്ടിക്കളഞ്ഞു അവര്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മളിതിൽ വലിച്ചിടേണ്ട ആവശ്യവുമില്ല. സോ ലിറ്ററലി അസലായവളെ വേർഷൻ 0.02 പാട്ട് നന്നായിട്ടുണ്ട്. ബട്ട് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയത് ശ്രീറാം പാടിയ അസലായവളെ വേർഷൻ 0.1 തന്നെയാണ്. ബട്ട് ഇതും നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പടത്തിൽ ഇത് എങ്ങനെ പ്ലേസ് ചെയ്യുന്നു അതുപോലെ ഇരിക്കും. എനിക്ക് തോന്നുന്നു അസലായവളയുടെ ശ്രീറാമിന്റെ വേർഷൻ ഫുള്ളായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ചിലപ്പോൾ അവർ കാണുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റൊമാൻസ് മൊമെന്റിലോ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു സ്ലോ പേസിൽ BGM ആയിട്ട് ഇടാനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർ കണ്ടിങ്ങനെ നടന്നു പോകുമ്പോൾ അങ്ങനത്തെ ഒരു സീനിൽ വിഷ്വലൈസിൽ ഇടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ബട്ട് അസലായവളെ ടോട്ടലി 2 പാട്ട് നന്നായിട്ട് തന്നെ ജെക്സ് വിജയ് എടുത്തിട്ടുണ്ട്.